ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് 3 മഹാസമുദ്രങ്ങളുടെ സംഗമ പരസ്പര ആലിംഗനം ചെയ്യുന്ന വേദിയിലാണ്. മുക്കടൽ സംഗമത്തിലാണ്. പണ്ടത്തെ കേപ്പ് കോമറിയനിലാണ്, ഇന്നത്തെ കന്യാകുമാരിയിലാണ്. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യൂയിലൂടെ, ഈ ഒരു ട്രാക്കിലൂടെ നടന്ന് എത്തുന്നത് അങ്ങ് നിൽക്കുന്ന ആ ഒരു ബോട്ടിനടുത്തേക്കാണ്. നമ്മൾ ബോട്ടിനടുത്തേക്ക് എത്തിയതിന് ശേഷം നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറുന്നു. ബോട്ടിൽ കയറി 500 മീറ്റർ കടലിലൂടെ സഞ്ചരിച്ച് അപ്പുറത്തുള്ള പാറയിലേക്ക് എത്തുന്നു. അവിടെ എന്താണെന്നല്ലേ, 1892 ഡിസംബർ 24 സ്വാമി വിവേകാനന്ദൻ, അതായത് നരേന്ദ്രൻ, തീരത്ത് നിന്ന് നീന്തി പാറയിലേക്ക് എത്തി 3 ദിവസം ധ്യാനിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്തെന്ന് ബോധ്യം വന്ന, ആത്മജ്ഞാനം വന്ന ആ ഒരു പാറയിലേക്ക്, വിവേകാനന്ദ റോക്കിലേക്കാണ് പോകുന്നത്. വിവേകാനന്ദ പാറയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ വീഡിയോ അതിനകത്തേക്ക് അലോ ചെയ്യില്ല. പക്ഷേ അതിനകത്തുള്ള കാഴ്ചകൾ എന്താണെന്ന് ഞാൻ വിവരിക്കാം. നമ്മൾ മണ്ഡപത്തിനകത്തേക്ക് കയറുന്ന സമയത്ത് ഒരു നിശബ്ദതയാണ് അവിടെ ഉള്ളത്. കാരണം അതിനകത്തേക്ക് കയറുന്ന എല്ലാവരും നിശബ്ദമായി തന്നെ കയറണം. ആ ഒരു സൈലൻസ് അവിടെ കീപ്പ് ചെയ്യണം. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം നമ്മൾ നേരെ ചെന്നെത്തുന്നത് വിവേകാനന്ദൻ്റെ ആ ഒരു രൂപത്തിൻ്റെ ആ ഒരു ബിംബത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ജീവൻ തുടിപ്പ് അതിൽ ഉള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടും. അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരു, അതുപോലെ മാതാവിൻ്റെ ചിത്രങ്ങളും വെച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഇടതുവശത്തുകൂടെ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ വലതുവശത്ത് താഴേക്ക് ഒരു ചെറിയ ഗുഹ പോലെ വച്ചിരിക്കുന്ന ഒരു ധ്യാന മണ്ഡപമുണ്ട്. വളരെ 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 കോസ്മിക് എനർജി, ഒരു എനർജി, ഒരു ശാന്തത, ഒരു സമാധാനം, മനസ്സിനൊരു തൃപ്തി ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പറ്റുമെങ്കിൽ കുറേ അധികം നേരം ചിലവഴിക്കുക, ധ്യാനിക്കുക, മനസ്സിനെ ശാന്തമാക്കാൻ അവിടെ ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞാണ് നമ്മൾ ഇനി ഗ്ലാസ് ബ്രിഡ്ജിലേക്കും തിരുവള്ളുവർ ശിലയിലേക്കും പോകുന്നത്. ആ ഭാഗം രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് പാർട്ടാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, മുകളിലൊരു കൊടി ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ പാറയ്ക്ക് മുകളിൽ നല്ല രീതിക്കുള്ള കാറ്റ് വീശുകയാണ്. നല്ല അതിശക്തമായ കാറ്റാണ്.